ഹായ്, ഞാൻ റീന വി ജോർജ്. ഒരു ഹയർ സെക്കൻഡറിയിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് US വിസ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടി, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു, ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഞങ്ങൾ US പോയി തിരിച്ചു വന്നു. അപ്പോൾ പലരും ചോദിച്ചു, എങ്ങനെയാണ് US വിസ കിട്ടിയത്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇത് IT-യിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ വരെ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ അത് പല നാളിങ്ങനെ നീണ്ടുപോയി. എല്ലാം ക്രോഡീകരിച്ച്, എല്ലാ വിശദാംശങ്ങളും ക്രോഡീകരിച്ച് പെർഫെക്റ്റായിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സമയം പോയി. പിന്നെ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട, അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വളരെ കാലമായി US പോകണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഹസ്ബൻഡിൻ്റെ 2 ബ്രദേഴ്സും അതുപോലെ തന്നെ അമ്മയുടെ ബ്രദറും ഫാമിലിയായിട്ട് US-ലാണ്. അപ്പോൾ അവർ പല പ്രാവശ്യം ഞങ്ങളെ ക്ഷണിച്ചു. പക്ഷേ ഞാൻ വർക്കിങ്ങിലായിരുന്നു. അപ്പോൾ എനിക്ക് സമ്മർ ഹോളിഡേയ്സ് മാത്രമേ അവധി ഉണ്ടായുള്ളൂ. ആ സമയത്ത് ഹസ്ബൻഡിന് നല്ല തിരക്കായിരിക്കും. അപ്പം അങ്ങനെ അതങ്ങ് നീണ്ടുപോയി. അങ്ങനെ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ വീണ്ടും US പോയാലോ എന്ന് ആലോചന വന്നു. കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ വിസ കൊടുക്കുന്നത് പെൻഡിങ്ങിൽ വെച്ചിട്ട് ഡിലേ വന്നിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഡേറ്റ് കിട്ടിയത് 2025-ലായിരുന്നു. പിന്നെ അത് അഡ്വാൻസ് ചെയ്ത് 2023 ഡേറ്റ് കിട്ടി. അങ്ങനെ 2023 ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഞങ്ങൾക്ക് 10 വർഷത്തേക്ക് വിസ കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ ജൂണിൽ US പോയി, ജൂലൈയിൽ തിരിച്ചു വന്നു. ഏകദേശം 35 ദിവസത്തോളം യാത്ര പീരീഡ് എടുത്തു. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് US വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വാലിഡ് പാസ്പോർട്ട് വേണം എന്നുള്ളതാണ്. പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പാസ്പോർട്ടിന് 1.5 വർഷത്തെ കാലാവധി ഉണ്ടായുള്ളൂ. അപ്പോൾ അത് 1.5 വർഷമേ ഉള്ളൂ എങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായി വരും. കാരണം വിസ സാധാരണ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഒരു 10 വർഷത്തേക്കായിരിക്കും സ്റ്റാമ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് പാസ്പോർട്ട് റിന്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാം. ഞങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് 10 വർഷത്തേക്ക് ഉള്ള പാസ്പോർട്ട് കിട്ടി. ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു വാലിഡ് പാസ്പോർട്ട് വേണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റെപ്പ് 1 എന്താണെന്ന് വെച്ചാൽ നോ യുവർ വിസ ടൈപ്പ്. ഏത് ടൈപ്പ് വിസയാണ് നമുക്ക് വേണ്ടത് എന്ന് അറിയണം. അപ്പം ഞങ്ങൾ പോയത് ഫാമിലി വിസിറ്റ് ചെയ്യുക, ടൂറിസം, ഇതൊക്കെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ടൂറിസം അല്ലെങ്കിൽ ബിസിനസ്, അതിന് ഉള്ള വിസ എന്ന് പറയുന്നത് B ക്ലാസ് വിസ, അതായത് B1 B2 എന്ന് പറയും. B1 B2 വിസയാണ്, ബിസിനസ് ഓർ ടൂറിസം. അപ്പോൾ ആ ടൈപ്പ് വിസയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിസ ടൈപ്പ് ഏതാണെന്ന് കിട്ടി. ഞാനിവിടെ സംസാരിക്കുന്നത് B1 B2 വിസയെക്കുറിച്ചാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. സാധാരണ DS-160 എന്ന് പറയുന്ന ഒരു ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ DS-160-ൽ നമുക്ക് ഏകദേശം 10-60 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വരും. അതായത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. അതായത് നമ്മുടെ പാസ്പോർട്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് വേണം, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതിനുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നതെല്ലാം വേണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഫോമാണ് DS-160. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് അതോടൊപ്പം നമ്മുടെ വിസ ഫീസും അടയ്ക്കണം. വിസ ഫീസ് ഏകദേശം ഒരു 15,000 വരും. $185 ആണ് B1 B2 വിസയ്ക്ക്. അപ്പോൾ
അത് നമ്മുടെ റുപ്പീസിൽ വരുമ്പോൾ 15,000 അടുത്ത് റുപ്പീസ് നമ്മുടെ വിസ ഫീസായിട്ട് അടയ്ക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഷെഡ്യൂൾ യുവർ അപ്പോയിൻമെൻറ്റ്. നമ്മൾ US വിസയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിന് നമ്മൾ അപ്പിയർ ചെയ്യണം. അപ്പോൾ അത് കോൺസുലേറ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 5 കോൺസുലേറ്റ് ആണുള്ളത്. ഡൽഹി ഉണ്ട്, കൽക്കട്ടയുണ്ട്, മുംബൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ചെന്നൈ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ചെന്നൈ ആണ്. ഞങ്ങൾ ചെന്നൈ ആണ് സെലക്ട് ചെയ്തത്. ചെന്നൈയിൽ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി, പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട്, അവരുടെ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ ഉണ്ടാവും, DS-160 ഫോമിൻ്റെ ബാർകോഡ് ഉൾപ്പെടുന്ന ഒരു ലെറ്റർ ഉണ്ട്. അത് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഫോട്ടോഗ്രാഫ് ഒന്നും എടുത്തില്ല. മീൻസ് ഫോട്ടോഗ്രാഫ് ആവശ്യം വന്നില്ല, നമ്മുടെ ഫോട്ടോ അവർ തന്നെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോകണം. അതുകൂടാതെ നമ്മൾ ഈ DS-160 നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകണം. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അവർ ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ DS-160 എങ്ങനെ ഫില്ല് ചെയ്യാം, എന്നുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എങ്ങനെ തയ്യാറാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് സംസാരിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാക്ക് യുവർ പാസ്പോർട്ട്. അതായത് ഇൻ്റർവ്യൂവിന് നമുക്ക് വിസ തരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ്പോർട്ട് അപ്പോൾ തന്നെ അവർ അവിടെ വാങ്ങിച്ചു വയ്ക്കും. അത് നമുക്ക് പിന്നീട് കളക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ളതിന് നമ്മൾ DS-160 ഫില്ല് ചെയ്യുമ്പോൾ തന്നെ എവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും, എവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു കോളമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ പാസ്പോർട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് വിസ കിട്ടി. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.